നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഈ ജനത്തിന് ആവശ്യമുള്ള ഒരു സുപ്രധാന കാര്യത്തിന് വേണ്ടിയിട്ടാണ് കറുകുറ്റി വില്ലേജിന്റെ മുമ്പിൽ ധർണയുമായി നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. ഈ ധർണയിൽ നമ്മൾ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് ഇടതുപക്ഷം ഭരിക്കുന്ന കഴിഞ്ഞ 8 വർഷത്തോളം, ഏകദേശം 8.5 വർഷത്തോളമായിട്ട് ഈ കേരളത്തെ പിന്നോട്ടടിച്ച ഭരണകൂടത്തിനെതിരെ, അവരുടെ കെടുങ്കാര്യസ്ഥതയ്ക്കെതിരെയാണ് നമ്മൾ ഇന്ന് ഈ വില്ലേജ് ഓഫീസിന്റെ പടിക്കൽ ധർണയുമായിട്ട് കറുകുറ്റി മണ്ഡലം കമ്മിറ്റി കടന്നിട്ടുള്ളത്. ഒട്ടനവധി ആവശ്യങ്ങൾ നമ്മൾ ഉന്നയിക്കുന്നത്, അതിൽ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് കറുകുറ്റിന്റെ വില്ലേജിന്റെ മുമ്പിൽ നമ്മൾ സമരം ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഈ ഓഫീസിൽ ആവശ്യമുള്ള ഒഫീഷ്യൽസ് അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട വില്ലേജ് ഓഫീസറോ അത് ഉത്തരവാദിത്തപ്പെട്ട സ്റ്റാഫോ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഭയാനകമായ കാര്യം. അതിപ്പോൾ ഉള്ളതല്ല, കുറെ നാളുകളായിട്ട് മുടങ്ങിക്കിടക്കും. ഇവിടെ മാത്രമല്ല, നമ്മളുടെ കറുകുറ്റി ഹോസ്പിറ്റലിന്റെ FHSC ആയിട്ട് ഉയർത്തപ്പെട്ടു. ഗവൺമെന്റ് എനിക്ക് തെക്കേക്കരയുടെ സമയത്ത് ഉയർത്തപ്പെട്ട FHSC പണി തീർത്ത് ഫാമിലി ഹെൽത്ത് സെന്റർ ആയിട്ട് ഉയർത്തപ്പെട്ടപ്പോൾ നമുക്ക് ഡോക്ടറെയും നേഴ്സിനെയും തരണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ള മെഡിക്കൽ വിഭാഗം ഇതുവരെയും അത്തരത്തിൽ നമുക്ക് അവിടെയും ഫില്ല് ചെയ്ത് തന്നിട്ടില്ല. പഞ്ചായത്തിന്റെ മേഖലകളിലാണെങ്കിലും ഒട്ടുമിക്ക മേഖലയും സ്റ്റാഫുകൾ ഒഴിവായി കിടക്കില്ല. ഞാനിത് പറഞ്ഞത് നമ്മുടെ ഇവിടെ ചുറ്റുവട്ടത്തുള്ള പല കാര്യങ്ങളെ ഒന്ന് ശ്രദ്ധ ഊന്നാൻ വേണ്ടിയാണ് തുടക്കത്തിൽ തന്നെ ഇത്തരം സ്റ്റാഫുകളുടെ അപര്യാപ്തതയും കെടുങ്കാര്യസ്ഥതയും കുറിച്ച് ഞാൻ സൂചിപ്പിച്ചത്. ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് വന്നപ്പോൾ മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ മുദ്രാവാക്യം ഓരോ ഫയലിലും ഒരു ജീവിതമുണ്ട് എന്നുള്ള വലിയ സന്ദേശമാണ് നൽകിക്കൊണ്ട് കടന്നുവന്നപ്പോൾ നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടെയാണ് കണ്ടത്. പക്ഷേ 8 വർഷം പിന്നിടുമ്പോൾ ഒരൊറ്റ ഫയൽ മാത്രമേ കാണുന്നുള്ളൂ. അത് വീണാ വിജയനെ എങ്ങനെ ജീവിപ്പിക്കാൻ കേരളത്തിൽ പറ്റുമെന്നുള്ള ഒരൊറ്റ ഫയൽ മാത്രമേ കഴിഞ്ഞ 8 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്രയേറെ അധപതിച്ച ഒരു സ്വന്തം മകൾക്ക് വേണ്ടി ഈ സംസ്ഥാനത്തെ വിറ്റഴിച്ച ഒരു മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ മാറുന്നു. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 19 സീറ്റ് വാങ്ങിയ അധികാരത്തിൽ കോൺഗ്രസ് നമ്മൾ പാർലമെന്റിലേക്ക് വിജയിപ്പിക്കാനുള്ള അടിത്തറ പാകുമ്പോഴൊക്കെ അവരുടെ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നമ്മൾ അലയടിക്കുന്നത്. അതുകൊണ്ട് അവരുടെ കെടുങ്കാര്യസ്ഥതയാണ് ഏറ്റവും കൂടുതൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഭൂനികുതി കൂട്ടി. ഇന്നത്തെ പത്രത്തിൽ നമ്മൾ കണ്ടു വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാൻ പോകുന്നു. അത് നമുക്ക് അതാത് ദിവസത്തെ ദിനംപ്രതി വരുന്ന നമ്മുടെ ആവശ്യ സാധനങ്ങളുടെ വിലവർദ്ധനവ്, ഇങ്ങനെ ഒട്ടനവധി മനുഷ്യനെ പാവപ്പെട്ടവന്റെ ക്ഷേമ പെൻഷൻ അടക്കം ഒട്ടനവധി കാര്യങ്ങളിൽ ജനശ്രദ്ധ ആകർഷിക്കേണ്ട ഗവൺമെന്റ് ഇതൊന്നും കണ്ടില്ല എന്ന് വെച്ച് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, ഈ 5-6 മാസത്തെ കുടിശ്ശിക എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഏതാനും മാസങ്ങൾക്കകം ഞങ്ങൾ കൊടുത്തു കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി ഒഴിഞ്ഞു പോകുന്ന സ്ഥിതിയാണ് കണ്ടത്. പക്ഷേ നമുക്കറിയാം, കേന്ദ്രം അനുവദിച്ച തുക കൊണ്ടൊന്നും ക്ഷേമ കമ്മീഷൻ നടപ്പിലാക്കാൻ കഴിയാത്ത ദയനീയ അവസ്ഥയിലേക്ക് നമ്മുടെ സാമ്പത്തിക ഭദ്രത കൂട്ടുകുത്തുന്ന ഒരു ദയനീയ സ്ഥിതിയാണ് പ്രിയമുള്ളവരെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ ജാഗരൂകരാകേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. പട്ടണി പാവങ്ങൾക്ക് വേണ്ടി, അവശർക്ക് വേണ്ടി, ആണവഹീനർക്ക് വേണ്ടി ഈ നാടിന് നമുക്കറിയാം, തൊഴിലുറപ്പ് മേഖലയിൽ ഇവരുടെ പാവങ്ങളെ കൊണ്ട് അവരുടെ പാർട്ടിയുടെ പെട്ടകളാക്കി മാറ്റാൻ വേണ്ടി സമരത്തിന് കൊണ്ടുപോകും. അതിനുവേണ്ടി മിനിമം സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ പോലും കൊടുക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ അതുപോലെയുള്ള പെട്രോളിനും ഡീസലിനും വില കൂടുമ്പോൾ അതിലും ഒന്ന് സബ്സിഡി കുറയ്ക്കാൻ പോലും മുന്നോട്ട് പോകാതെ കേരളത്തിലെ പട്ടിണി പാവങ്ങളെ വീണ്ടും അവസാനത്തെ ആണിയടിച്ചുകൊണ്ട് നമ്മളെ ദുരിതത്തിലാക്കുന്ന ഒരു സർക്കാരിനെയാണ് പ്രിയമുള്ളവരെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് എത്രയും വേഗം നമുക്കറിയാം, ഇത്തരത്തിലുള്ള അവർ പറയുന്നത് കഴിഞ്ഞ തോൽവിയോടുകൂടി ഞങ്ങൾ എല്ലാം തിരുത്തുമെന്നാണ് പറയുന്നത്. എല്ലാം തിരുത്തുമെന്ന് പറഞ്ഞാൽ ഇന്നവരെയും ഒരു കാര്യത്തിൽ പോലും തിരുത്തപ്പെടാത്ത മുഖ്യമന്ത്രിയിൽ നിന്നോ ഈ ഭരണകൂടത്തിൽ നിന്നോ ഒരു കൂട്ടായ ഉത്തരവാദിത്വത്തോടുകൂടി സംസ്ഥാന സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ആരും വിചാരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കറിയാം, സബ്സിഡി പോലും നമ്മുടെ റേഷൻ കടകളിൽ പോലും, അല്ലെങ്കിൽ നമ്മുടെ ഏതെല്ലാം മേഖലകളിലാണോ അവിടെയൊക്കെ നമുക്ക് വളരെ കരുതലും കാവലാണ് ഭരണകൂടം നമ്മളുടെ മണ്ണിൽ പെട്ടക്കട്ടിയിൽ നിന്ന് കാശ് കെട്ടുകൊണ്ടു പോകുന്ന ഒരു ഇടത് സർക്കാരായിട്ട് ഇവിടുത്തെ പിണറായി വിജയൻ മാറുന്നു എന്നുള്ളതാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സമരത്തിനോട് ഞങ്ങൾ ആദ്യമായി ആവശ്യപ്പെടുന്നത്, ഇതുപോലെയുള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, വില്ലേജ് ഓഫീസുണ്ട്, എല്ലാ മേഖലകളിലും വേണ്ടപ്പെട്ട
ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ട് മിനിമം പ്രവർത്തനങ്ങൾ നടത്താനും അവിടുത്തെ സർവീസുകൾ ഏകോപിപ്പിക്കാനും കഴിയുന്ന തരത്തിലെങ്കിലും അത്തരം കാര്യങ്ങളിലുമെങ്കിലും ഗവൺമെന്റിന്റെ ശ്രദ്ധ ചെലുത്താൻ വേണ്ടിയിട്ടാണ് ശ്രീ KP അയ്യപ്പന്റെ നേതൃത്വത്തിൽ നമ്മൾ ഈ സമരവുമായിട്ട് ഇവിടെ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഭൂനികുതി വർദ്ധിപ്പിച്ചത് കുറയ്ക്കണം. ഇതൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽപ്പെട്ടതാ. ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു പഞ്ചായത്തിന് ബിൽഡിംഗ് ടാക്സുമായി ബന്ധപ്പെട്ട് തെക്കേക്കര സൂചിപ്പിച്ചു കഴിഞ്ഞു. ബിൽഡിംഗ് ടാക്സുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് അഡ്വാൻസ് കിട്ടിയ തുകയിൽ നിന്നും ഇപ്പോൾ അവർ തീരുമാനം മണ്ടത്തര തീരുമാനമാണ്. അത് തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇറങ്ങാൻ പോവുകയാണ്. പൂർണ്ണമായിട്ടല്ല, അതിനൊരു ശതമാനം കുറച്ചുകൊണ്ട് ഏകദേശം ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം അക്കൗണ്ടിനോട് ചോദിച്ചു എങ്ങനെയാണ് നമ്മുടെ തുകയുടെ താരിഫ് വരുന്നത്. ഏകദേശം കഴിഞ്ഞ വർഷം നമുക്ക് വന്നിരിക്കുന്ന 60 ലക്ഷം രൂപയിൽ നിന്ന് ഏകദേശം 25 ലക്ഷം രൂപ മാറ്റി തിരിച്ചു കൊടുക്കേണ്ട ദയനീയത്തിലേക്കാണ് ഇപ്പോഴത്തെ അടക്കമുള്ള ദയനീയത്തിൽ 25 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കുന്നതിനല്ല നമ്മുടെ പ്രശ്നം. ഇവിടെ നമ്മൾ അത് വെച്ചൊരു പ്രൊജക്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൽ വരുന്ന വീഴ്ചയാണ്, കെടുങ്കാലസ്ഥതയാണ് യഥാർത്ഥ കൃത്യമായ ഒരു തീരുമാനമെടുക്കാത്തതിൽ ഗവൺമെന്റിന്റെ പിടിപ്പ് നേടുകൊണ്ട് പഞ്ചായത്തുകളുടെ സ്ഥിരത നഷ്ടപ്പെടുത്തുന്ന തരത്തിലേക്ക് അത്തരം മണ്ടത്തരം തീരുമാനങ്ങളാണ് ഗവൺമെന്റ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അത് നമ്മൾ അതിന് അനുകൂലിക്കുന്നവർ തന്നെയാണ്. ഏത് തരത്തിലും ഈ തരത്തിലൊരു പാവപ്പെട്ടവൻ ഒരു വീട് വയ്ക്കാൻ പോകുമ്പോൾ സാധാരണ നമുക്കത് 1 ലക്ഷം രൂപയുണ്ടെങ്കിൽ നമ്മുടെ വാർക്കപ്പൊക്കം വരെ എത്തും. പക്ഷേ അതിന് അനുവാദം കിട്ടാൻ വേണ്ടി 1 ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് അതിന് പിന്നിൽ നടന്ന അനുവാദം കിട്ടിയിട്ടാണ് ഒരു മണ്ണ് മാറ്റാനോ അല്ലെങ്കിൽ തറവണിയാനോ തരുന്ന ദൈവീയ അവസ്ഥയിലേക്ക് ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് വീട്ടുകാരും വർദ്ധിപ്പിക്കുന്നതെന്ന് നമുക്കറിയാം. അതൊന്നും ഒരു പ്ലാനിങ് ഇല്ലാത്ത ആരോ എന്ന ഉപദേശകർ പറയുമ്പോൾ ഒറ്റയടിക്ക് കൂട്ടുന്നു, തോൽവി വരുമ്പോൾ അത് തെറ്റുപറ്റി എന്ന് പറയുന്നു, തിരുത്തുമെന്ന് പറയുന്നു. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, തെക്കേക്കരയ്ക്ക് ശേഷം ഞങ്ങൾ ഭരണസമിതി ബഹുമാനപ്പെട്ട ശ്രീ ലതിക ശശികുമാറിന്റെ നേതൃത്വത്തിൽ ഈ ഭരണകൂടം കടന്നു വരുമ്പോൾ നിലവിലുണ്ടായിരുന്ന തുകയിൽ നിന്ന് 20% കൂട്ടിയാണ് നമ്മളുടെ പ്രൊജക്ട് വയ്ക്കാൻ പറഞ്ഞത്. നിലവിലുണ്ടായിരുന്ന തുകയിൽ നിന്ന് 20% കൂട്ടി വെച്ചു കഴിയുമ്പോൾ അതിനോട് തുക അനുവദിക്കാമെന്ന് പറഞ്ഞ ഗവൺമെന്റ് നിലവിലുണ്ടായിരുന്ന തുകയേക്കാൾ 20% കുറച്ചുകൊണ്ടാണ് ആദ്യ വർഷം നമ്മൾ തുകവെച്ചത്. അപ്പോഴും പറഞ്ഞു നിലവിൽ കഴിഞ്ഞ തെക്കേക്കര പിന്നോട്ട് പോയ വർഷത്തിൽ വെച്ചിരിക്കുന്ന തുക വീണ്ടും 20% കൂട്ടാൻ പറഞ്ഞപ്പോൾ നമ്മൾ ആ 20% കൂട്ടുമ്പോൾ 40% കൂട്ടി ഇവിടെ വീണ്ടും ആ നിലവിലുണ്ടായിരുന്ന ആദ്യത്തെ വർഷത്തേക്കാൾ 20% കുറച്ചുകൊണ്ടാണ് തുക കൊണ്ടുവന്നത്. അങ്ങനെ 3 വർഷം പിന്നിടുമ്പോൾ 18-20 ലക്ഷം രൂപ നമുക്ക് റോഡ് മെയിൻ്റനൻസിന് വേണ്ടി തന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ 3 വർഷം കഴിഞ്ഞ 3.5 വർഷത്തിലേക്ക് വരുമ്പോൾ പ്രിയമുള്ളവരെ നമുക്ക് ലഭിക്കുന്ന തുക 7-8 ലക്ഷം രൂപയായി ഏകദേശം 3 വർഷം കൊണ്ട് പകുതി തുകയായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ള വേദനാജനകമായ നമ്മുടെ നാടിന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിറവേറ്റേണ്ട തുക നമുക്ക് കിട്ടാതെ പോയിരിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് ഇവർ പോകുന്നത്. ഇവർ ഇടതുപക്ഷത്തിന് എപ്പോഴും സമരമാണ്. അവർക്ക് ഉത്തരമുത്തം ആദ്യം ചെയ്യുന്ന പോലെ സമരമാണ്. ഈ സമരം കണ്ടാൽ അറിയാം അവർക്കൊരു ഘടനാചിതയുണ്ട്. ഈ ഘടനഘടന എന്ന് പറയുന്നത് ഈ പട്ടണ പാവങ്ങളെ ഇപ്പോഴും പറ്റിക്കാമെന്നാണ് വിചാരം. പക്ഷേ ഇപ്പോഴുള്ള ഇടതുപക്ഷക്കാർ പഴയതുപോലെയല്ല. കൃത്യമായി ഓൺലൈൻ മാധ്യമങ്ങളും നവമാധ്യമങ്ങളും വന്നപ്പോൾ ചായക്കടയിലും ബാർബർ ഷോപ്പിലും ഇരുന്ന് പഠിപ്പിച്ച് ക്ലാസ് എടുത്ത് പാർട്ടി ഓഫീസിൽ നിന്ന് അജണ്ടകൾ വെച്ച് പറഞ്ഞു കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ സഖാവ് ക്ലാസ് എടുക്കുമ്പോൾ തിരിച്ചു ചോദിക്കുക, അവിടെ അതിന് അരി കിട്ടുന്നില്ലല്ലോ, അവിടെ പെട്രോളിന് വില കൂടിയല്ലോ, ആവശ്യ സാധനങ്ങൾക്ക് ഇതുവരെയും വില കുറയ്ക്കാനുള്ള ഗവൺമെന്റിന് കഴിയാത്ത അങ്ങ് കർണാടകയിൽ വില കുറയ്ക്കുന്നുണ്ടല്ലോ, അങ്ങ് ഡൽഹിയിൽ വില കുറയ്ക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം പെട്രോളിന്റെ സബ്സിഡിയുടെ വില കുറയ്ക്കുന്നില്ല, സബ്സിഡി കൊടുക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോഴൊക്കെ അതൊക്കെ പാർട്ടി പറയുന്നത് കേട്ടാൽ മതി എന്ന് പറയുന്ന പഴയ ശൈലിയോട് യോജിക്കാൻ പറ്റാത്ത ഒട്ടനവധി ചെറുപ്പക്കാരായ യുവഎഫ്ഐക്കാരും എസ്എഫ്ഐക്കാരും ചോദ്യശരങ്ങൾ ഉയർത്തുമ്പോ അവരെയെല്ലാം നിശബ്ദരാക്കുന്ന ഇടതുപക്ഷത്തിന്റെ ആ നീതികേടിനെതിരെ പ്രതികരിക്കുന്ന സമൂഹം വന്നിരിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവാണ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ നമ്മൾ കണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള കെടുകാര്യസ്ഥതയ്ക്കെതിരെ, ഇത്തരത്തിലുള്ള പിടിപ്പുകേടിനെതിരെ മെഡിക്കൽ മേഖല നമുക്കറിയാം പാടെ തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. നിപ്പ പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ വീണ്ടും കൃത്യമായ അജണ്ടയില്ലാതെ, കൃത്യമായ ഒരു നോട്ടങ്ങളില്ലാതെ, കൃത്യമായ മീറ്റിങ്ങുകളില്ലാതെ, അതും അത്തരത്തിലുള്ള മെഡിക്കൽ ഓഫീസേഴ്സിനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഒരു നഴ്സറി പഞ്ചായത്തിൽ നിന്ന് ഒരു നഴ്സറിയും ഡോക്ടറെയും വെച്ച് സർവീസ് കൊടുത്തിട്ട് പോലും നമുക്ക് കൃത്യമായി സർവീസ് എത്തിക്കാൻ പറ്റുന്നില്ല. പിന്നെ അവർ തരേണ്ട FSSയുടെ ഡോക്ടറെയോ നഴ്സറിയൊക്കെ അപ്പോയിന്റ് ചെയ്യാതെ കഴിഞ്ഞ ദിവസം അവരൊരു സമരം പാലിച്ചു നടത്തി. ഇവിടെ ഡോക്ടറുടെ സമയം കൂട്ടണം. അവർ സമരം നടത്തുന്ന പാലിച്ചേണമെന്നല്ല, ദണ്ഡനമുണ്ടെങ്കിൽ എനിക്ക് ഇവിടുത്തെ പ്രതിപക്ഷത്തിനോട് പറയാനുള്ളത്, നിങ്ങൾ പോകേണ്ടത് ഈ പിണറായി വിജയനോട് പറയണം, സേനാവിധിയോട് പറയണം, ഇവിടുത്തെ സ്വാസ്ഥ്യ സ്വാധിക്കാൻ ഇച്ഛാശക്തിയുള്ള
മറ്റുള്ള നേതാക്കന്മാരോട് പറഞ്ഞ് അത് നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തിയാണ് വേണ്ടത്. വനമേഖലയെ കുറിച്ച് കേൾപ്പിച്ചോളുന്ന നേതൃത്വം നമുക്കറിയാം. അവിടത്തെയുള്ള കർഷകരെ പട്ടിണിപ്പാവങ്ങളെ ആന കടന്നുകൊണ്ട് ആക്രമിക്കുന്ന സ്ഥിതിയിലേക്ക് വന്നപ്പോൾ നമുക്കായി ആവശ്യം ഉന്നയിച്ച് കൃത്യമായി അതിനൊരു അജണ്ട ഉണ്ടാക്കി കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ശ്രീമതി നെടുങ്കണ്ടശികുമാറിന്റെ നേതൃത്വത്തിൽ എന്തൊക്കെ വേണമെന്ന് കൃത്യമായി പഞ്ചായത്തിൽ വിളിച്ചു വരുത്തി അവരുടെ നിർദ്ദേശകരെ തരത്തിലേക്ക് ആ സമരത്തെ മാറ്റം കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ കൃത്യമായ ആനയെ വനമേഖലയിൽ നിന്ന് ഉൾപ്രദേശങ്ങളിലേക്ക് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എടുക്കുന്ന തരത്തിലേക്കൊക്കെ നമ്മൾ മാറേണ്ട സമയമായിരിക്കുന്നു. പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് രാജിനെയെല്ലാം അട്ടിമറിക്കാനുള്ള ഇടതുപക്ഷത്തിന്റെ നീക്കത്തെ നമുക്ക് വളരെ കൃത്യതയോടുകൂടി ഹിഡൻ അജണ്ടകൾ നടപ്പിലാക്കാതെ അവരുടെ ഹിഡൻ അജണ്ടകൾ നടപ്പിലാക്കാതെ അവയെ നമുക്ക് അറുത്തു മാറ്റേണ്ടതാണെങ്കിൽ എതിർക്കേണ്ടതാണെങ്കിൽ നമുക്ക് അത്തരത്തിൽ അറുത്തു മാറ്റിക്കൊണ്ട് ഈ നാടിലെ പട്ടണ പാവങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് ജാഗ്രതയോടുകൂടി ഇടതുപക്ഷ സർക്കാരിനെതിരെ സമരത്തിന്റെ ഒരു തുടക്കമായി മാറട്ടെ. നമുക്ക് നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി അവസരക്ക് വേണ്ടി ആലമഹീനർക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഈ സമരത്തിൽ ഐക്യദാനം പ്രഖ്യാപിക്കുന്നതോടൊപ്പം ഇതിന് മറ്റൊരു മുഖം കൂടി നമ്മൾ സ്ഥാപിക്കേണ്ടതാണെങ്കിൽ അത് വിവിധ വാർഡുകളിലും ബൂത്തുകളിലേക്കും നമുക്ക് ഇതിന്റെ സമരത്തിന്റെ നേതൃത്വം ഉയർത്തിക്കൊണ്ട് കൂടുതൽ കരുതലോടുകൂടി നമ്മുടെ പ്രവർത്തനങ്ങളാരംഭിച്ച് ഇടതുപക്ഷത്തിന്റെ ആ തെറ്റായ നടപടികൾക്ക് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി ഈ ദിവസങ്ങളിലൊക്കെ വലിയ വികസനത്തിന്റെ ഒരു പടം വെച്ചു വിഴിഞ്ഞത്തെ കുറിച്ച്. ബഹുമാനായ മൺമറഞ്ഞുപോയ ശ്രീ ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ച പദ്ധതിയാണെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? ആ പദ്ധതിയിൽ പോലും അദ്ദേഹത്തിന്റെ പേരൊന്ന് പരാമർശിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ അന്ധത ബാധിച്ച മനസ്സുമായിട്ടാണ് ഒരു ശരിയാണെന്ന് പറയാൻ തന്റെ ഇടം കാണിക്കാത്ത ഒരു മുഖ്യമന്ത്രിയെ എങ്ങനെ നമ്മളൊരു മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിക്കും? ലോകസഭയെ ആകർഷിക്കുന്ന തരത്തിലാണ് എന്ന് ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കൂറ്റൻ കപ്പലുകൾ തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് കാങ്കൂടമിടുമെന്ന് പറഞ്ഞപ്പോ 6000 കോടിയുടെ അഴിമതിയാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്യാൻ നാണമുണ്ടോ എന്നുള്ളതാണ് പ്രിയമുള്ളവരെ നമുക്ക് ചോദിക്കാനുള്ളത്. അന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് ദോഷമില്ലാത്ത ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തായാലും നമുക്ക് തീരുമാനിക്കാം. പക്ഷേ 6000 കോടിയുടെ അഴിമതി പറഞ്ഞ് വിഴിഞ്ഞ തട്ടിമറിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾ നിലനിൽപ്പിക്കില്ല, ഞങ്ങളത് നടപ്പാക്കുമെന്ന് മൺമറഞ്ഞു പോയ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഇച്ഛാശക്തിയാണ്. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങളെ മങ്കൂരുമിന്റെ പുറത്തുള്ള മുമ്പിൽ നിൽക്കുമ്പോഴും നിങ്ങളെ തെല്ലത്ത് തൊട്ടുകൊണ്ട് നിങ്ങൾ ചോദിക്കണം, നിങ്ങൾക്ക് നീതിയാണ് അനീതിയാണ്, നിങ്ങൾക്ക് കേരളം നമുക്ക് മാപ്പ് തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്. സർവൂട്ടിയുടെ വിവിധ അധികാര കേന്ദ്രങ്ങളിൽ കൃത്യമായ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഉദ്യോഗസ്ഥരെ സ്ഥാപിക്കാനും ഇത്തരത്തിൽ പാവപ്പെട്ടവർ ആലമഹീനർക്ക് കടന്നു വരുമ്പോൾ അവരെ പരിഗണിക്കാനുള്ള വില്ലേജ് ഓഫീസർ അടക്കമുള്ളവരുടെ ഒരു ശ്രദ്ധയുണ്ടായില്ലെങ്കിൽ ഈ സമരത്തിന്റെ രീതി മറ്റൊരു തരത്തിലേക്ക് മാറ്റുന്ന സ്ഥിതി ഉണ്ടാക്കരുത് എന്ന് മാത്രമാണ് ഇവിടെ ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന വില്ലേജ് ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത്. ഇപ്പോൾ ഓൺലൈനാണ്, പക്ഷേ ഒരാള് അപേക്ഷയുമായിട്ട് കടന്നു വരുമ്പോൾ ഒരു പക്ഷേ ബന്ധു തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് 40 വർഷം മുമ്പ് മരിച്ച ആളുടെ മരണ സർട്ടിഫിക്കറ്റ് അടക്കമാണ് ചോദിക്കുന്നത്. ഒരു കാലത്ത് ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലേക്ക് ബുദ്ധിമുട്ടിക്കുന്ന ആ രീതിയെല്ലാം മാറ്റി ചെയ്യാവുന്ന നന്മകൾ നാടിന് വേണ്ടി ചെയ്യാൻ വില്ലേജ് ഓഫീസർ അടക്കമുള്ളവർ തയ്യാറാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഈ യോഗത്തിൽ പങ്കെടുത്ത ഇത്തരത്തിൽ നല്ലൊരു ധർണാ സമരം നടത്തിയ മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള മുഴുവൻ മണ്ഡലം ഭാരവാഹികളെയും സഹപ്രവർത്തകരെയും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. സമീപനമാണ് ഇവിടുത്തെ വില്ലേജ് ഓഫീസിലേക്ക് അംഗങ്ങളും ഞങ്ങളുടെ ഈ പൊതുജനങ്ങളോട് സമീപിക്കുന്നത് എന്നുള്ളതാണ് ഗുരുതരമായ സംഭവം. ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ശമ്പളം വാങ്ങി സത്യനിഷ്ഠമായ അവരുടെ വിവരിക്കുമ്പോൾ അവരുടെ വിവർത്തിൽ വിവരിക്കുമ്പോൾ ഈ പാവപ്പെട്ട അവരുടെ വിവർത്തിന്റെ ഒരു അംശമാണ് ഞങ്ങളുടെ ഈ പറ്റുന്നതെന്നൊരു ചിന്താഗതി ഈ കുട്ടികൾക്ക് ഉണ്ടാവണമെന്നൊരു സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം നിലയ്ക്ക് കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തോട് ധർമ്മമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. മാത്രമല്ല ഇവിടെ നമുക്ക് സ്ഥായിയായിട്ടുള്ള വില്ലേജസ് നമുക്ക് വേണം. സ്ഥായിയായിട്ട് വില്ലേജസ് എന്ന് വെച്ചാൽ ഇവിടെ നമുക്കറിയാം പാർട്ട് ടൈം ആയിട്ടാണ് ഇപ്പോൾ പാർട്ട് ടൈം സ്വീപ്പർ എന്ന് നമുക്ക് കേട്ടിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും പാർട്ട് ടൈം മുഖ്യമന്ത്രി കുറെ ആളുകൾ നിൽക്കും, പാലക്കാട് നിൽക്കും, മഞ്ഞപ്പള്ളി നിൽക്കും, അങ്ങനെയുള്ള വില്ലേജസ് എല്ലാം നമുക്ക് ആവശ്യം. എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ പഞ്ചായത്തായിട്ടുള്ള ഏറ്റവും വലിയ വില്ലേജ് ആയിട്ടുള്ള ഈ വില്ലേജിൽ ആവശ്യത്തിന് വേണ്ട സ്പേസ്
സ്റ്റാഫ് സ്ട്രൈക്ക് ഉണ്ടാകണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. വില്ലേജ് ഓഫീസർ നമുക്ക് ഞാൻ പറയുന്നു, ഇവിടെ ലോൺ ലീവ് എടുക്കാത്ത അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കാൻ സാധിക്കാത്ത ഒരു 1 രൂപ കൊണ്ട് ലോൺ ലീവിന് അപേക്ഷിക്കുന്ന വില്ലേജ് ഓഫീസർമാരെ എല്ലാം നമുക്ക് ആവശ്യം. ഇവിടെ നിരവധി 17 കിലോമീറ്റർ ചുറ്റളവിൽ നിൽക്കുന്ന ഒരു വില്ലേജ് ഓഫീസർ നിലയ്ക്ക് നിരവധി പ്രശ്നങ്ങൾ ഭൂമിയുമായി ബന്ധപ്പെട്ടും അതുപോലെ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ടും എല്ലാം ഇവിടെ നിർമ്മാണ സജ്ജീകരണവുമായി ബന്ധപ്പെട്ടെല്ലാം ദൈനംദിന കേരള സാഹചര്യത്തിൽ സ്ഥായിയായിട്ടുള്ള വില്ലേജ് ഓഫീസർ വേണം എന്നത് തന്നെയാണ് ഇന്ത്യൻ കോൺഗ്രസ് വേണ്ടി മണ്ഡല പ്രസിഡന്റ് നിലയ്ക്ക് അവരെ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഉന്നതാധികാരികളെ ഈ സമരം സജ്ജീകരിച്ചതിനു വേണ്ടി കഴിഞ്ഞ ആഴ്ചകളിൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് സെക്രട്ടറി അടക്കുന്ന ഭരണസമിതികൾ അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിമാർക്ക് മുഴുവൻ കൊടുത്തിട്ടുള്ളത്. ഇത് പോയപ്പോൾ ഏകദേശം 10ഓളം വരുന്ന വകുപ്പുകൾക്ക് ഇതുമായി ഭീമ ഹർജികൾ ഞാൻ നൽകുകയുണ്ടായിട്ടുണ്ട്. ഇതിനൊന്നും ഒരു ശാസ്ത്രീയമായ പരിഹാരം ഇത് നാളിതുവരെ കണ്ടിട്ടില്ല എന്ന ദുഃഖകരമായ സംഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഭാവിയിലും ഇതുപോലത്തെ സമരമാർഗങ്ങൾ ഉപരോധിക്കുന്ന അടക്കമുള്ള സമരമാർഗങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാകും. അതിനുള്ള ശേഷി ഈ പ്രസ്ഥാനത്തിലുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ വക്താക്കളായി അവരുടെ ശമ്പളം, അവരുടെ AKSൽ നിന്ന് ശമ്പളമാകുന്ന തരത്തിലേക്കുള്ള ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ ഉടനെ തിരുത്തണമെന്നാണ് മണ്ഡലം സമിതി ഞാൻ ആവശ്യപ്പെടുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ